ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് വെയിറ്റ് ഗെയിൻ വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത്, അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻസൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ആ ഒരു കാര്യമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ വീഡിയോയുടെ സ്റ്റിക്കിൻ്റെ ഒരു കാലം ഒടിഞ്ഞു പോയി, അതുകൊണ്ട് എനിക്കിതിങ്ങനെ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഇരുന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകളൊക്കെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു കാര്യം വേണമെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആ ആഗ്രഹം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ ഒരു ആഗ്രഹത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു എക്സാമിന് നന്നായിട്ട് പഠിക്കണമെന്ന്, നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കില്ലേ? അല്ലാതെ ഒന്നും പഠിക്കാതെ ഒന്നും നോക്കാതെ ഇരുന്നിട്ട് മാർക്ക് കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? നമ്മൾ ചെറുതായിട്ടെങ്കിലും അവിടെ ഒരു എഫേർട്ട് കൊടുക്കും, അല്ലേ? അപ്പോൾ ഈ എല്ലാ കാര്യങ്ങൾക്കും അതാണ്, നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അവിടെ ഒരു എഫേർട്ട് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് വെയിറ്റ് കുറവായിരുന്നു. അതായത് 48-ലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്കെന്തോ വിശപ്പില്ല, എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല. മേ ബി അതെൻ്റെ ടെൻഷൻ, എൻ്റെ പ്രോബ്ലംസ് കൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത്, നമുക്കൊരു ടെൻഷനോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഫുഡ് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഉറങ്ങാതെ ഉറക്കളച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കും. ഇത് രണ്ടും നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും, നമ്മൾ വെയിറ്റ് ലോസ് ആവും. അപ്പോൾ എനിക്കിത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പം ഞാനങ്ങനെ ഫുഡ് കഴിക്കാതെ ആയി. ഫുഡിനോട് കഴിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല എനിക്ക്. അങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്ത് എനിക്ക് അസിഡിറ്റി ഒക്കെ ഉണ്ടായി. പിന്നെ രാവിലെ എഴുന്നേക്കും തന്നെ ഒരു പല്ലൊക്കെ തേക്കുമ്പം ഒരു ഓക്കാനിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു രീതി. അപ്പോൾ ഞാൻ ആദ്യമേ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കി. ആദ്യമേയൊക്കെ ഇത് ചെയ്യുമ്പോൾ, ഇത് വർഷങ്ങളായി കേട്ടോ ഞാനിപ്പോൾ ശീലിച്ചിട്ട്. ആദ്യമേയൊക്കെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. പലരും വീട്ടിൽ എഴുന്നേറ്റ ഉടനെ തന്നെ കാപ്പിയോ അല്ലെങ്കിൽ ചായ അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്ന ഒരു രീതിയാണ്, അത് നല്ലതല്ല. അപ്പോൾ പിന്നെ ചിലർ നാരങ്ങ വെള്ളം കുടിക്കും, അതും നല്ലതല്ല. നമ്മുടെ അസിഡിറ്റി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അസിഡിറ്റി കൂടാൻ ഈ ഒരു നാരങ്ങ വെള്ളം കൂടിയൊക്കെ കാരണമാവും. ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് സിട്രിൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അസിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടാനേ കാര്യമാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ആ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടായിരിക്കും ഞാൻ അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കും. ആ ഒരു സമയത്ത് എന്തെങ്കിലും മെഡിറ്റേഷൻ രീതിയിലുള്ളത് നടക്കും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഞാൻ കുളിക്കുമായിരുന്നു കേട്ടോ. 5 മണി 4:30 ആ ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ജലദോഷം, പനി അങ്ങനെയുള്ളതൊക്കെ വന്നു. അപ്പോൾ ഞാൻ ടൈമൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ഒരു 5 മണി 5:30 എന്നുള്ളതൊക്കെ ആക്കുക. കാരണം നമ്മൾ ഉറക്കത്തിൻ്റെ സമയവും കറക്റ്റായിരിക്കണം, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പം ഞാൻ കൂട്ടി നോക്കുമ്പം ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ മക്കളെ ഉറക്കി കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് വിളിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ കുറേ ലേറ്റാവും. അപ്പോൾ അങ്ങനെ എഴുന്നേൽക്കുന്ന ഒരു സമയം നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഞാനൊരു ഫീഡ് ചെയ്യുന്ന ആൾ കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയുള്ള ഫീഡിങ് മോംസിനൊക്കെ ഒരു 8 മണിക്കൂർ ഉറക്കം വേണം. അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ചത് എനിക്കൊരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റണം എന്നുള്ളത് ഞാൻ കറക്റ്റ് അങ്ങ് എഴുതി വെച്ചു. എന്തുമായിക്കോട്ടെ, എനിക്ക് 7 മണിക്കൂർ ഉറങ്ങണം. ഞാൻ പകൽ കിടന്ന് ഉറങ്ങാറേ ഇല്ല കേട്ടോ. അങ്ങനെ കിടക്കാനൊന്നും സമയം കിട്ടത്തില്ല. പിന്നെ പകൽ കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കിടക്കത്തൊന്നുമില്ല, ഉറങ്ങാറില്ല. കിടന്നാലും ഉറക്കം വരാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും. അതിനുശേഷം ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എൻ്റെ ലൈഫിൽ, എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, എൻ്റെ ഓരോരോ എനിക്ക് എവിടെയൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അവിടെയൊക്കെ എന്താണ് പ്രോബ്ലം എന്നുള്ളതൊക്കെ ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതി വെക്കാൻ തുടങ്ങി. അതിൽ ഈ ഒരു ഫുഡിങ്ങിൻ്റെ കാര്യമുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് 58 kg എനിക്ക് വേണം എന്നുള്ളത്. എനിക്ക് എൻ്റെ ഒരു ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ട് എനിക്കൊരു 58 ആണ് വേണ്ടത് കിലോ. 58 കിലോ വേണം, 58 60. അപ്പോൾ ആ ഒരു വെയിറ്റ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അസിഡിറ്റി എന്നുള്ള ഒരു പ്രശ്നം അതെനിക്കൊന്ന് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ
പതുക്കെ ചെയ്തു തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഡോക്ടറെ കണ്ടു. പക്ഷേ നമുക്ക് ഈ പാൻടോപ്പിൻ്റെ ഗുളികകളാണ് എപ്പോഴും തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കണ്ടത് നമ്മുടെ ആയുർവേദത്തിലാണ്. എനിക്ക് ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഇഷ്ടമാണ്. ഞാനൊന്ന് വീണിട്ട് ആ ഒരു വീണ ഒന്നല്ല 1-2 തവണയൊക്കെ വീണു. ആ ഒരു സമയത്തൊക്കെയും ഡോക്ടർ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ കുക്ക് ചെയ്യുക, എഴുന്നേറ്റ് എല്ലാം ചെയ്യുക, അങ്ങനെ ചെയ്ത് ഡോക്ടർ പറഞ്ഞ ആ ഒരു സമയത്ത് ട്രീറ്റ്മെൻറ്റും എടുത്തില്ല. അപ്പോൾ പിന്നെ അവസാനം എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് ഞരമ്പിനൊക്കെ പൊട്ടലുണ്ടായിരുന്നു. അപ്പം ഇതിനൊന്നിനും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ ഇതെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിലൊരു ക്ഷീണം, ഒരു വേദന, അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് ആവശ്യത്തിന് ചെല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണമുണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ട്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ ആയുർവേദ ഡോക്ടറെ പോയി കണ്ടിട്ട് എനിക്ക് നടുവിന് ഭയങ്കര വേദനയെന്ന് വെച്ചാൽ ഭയങ്കര വേദനയായിരുന്നു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും, പോയി മരുന്നൊക്കെ മേടിക്കുന്ന പറഞ്ഞാലും ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പലപ്പോഴും വേണ്ട പിന്നത്തേനെ ആയിക്കോട്ടെ അങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാണ് എനിക്ക് ഭയങ്കരമായിട്ട് വേദന ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേദന ഭയങ്കരമായിട്ട് വരുമ്പം എന്തെങ്കിലും കുഴമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് തിരുമ്മി അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വിട്ട് കളയും. പക്ഷേ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇത് സിവിയർ ആയ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലാതെ ഇനി പറ്റത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡോക്ടറെ കണ്ടു. അവിടെ നിന്ന് തന്നെ അസിഡിറ്റിക്കുള്ള മരുന്ന് വാങ്ങിച്ചു. നമുക്ക് ഈ അഷ്ടചൂർണ്ണമൊക്കെ നമുക്ക് ഡെയിലി ചുമ്മാ ആണെങ്കിലും കഴിക്കാം കേട്ടോ, കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വെള്ളത്തിൽ കലക്കിയാണെങ്കിലും കുടിക്കുന്നതൊക്കെ നല്ല നമ്മുടെ അസിഡിറ്റിയൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസൊക്കെ ഞാൻ എടുത്തു തുടങ്ങി. നടുവേദന നല്ല രീതിയിൽ എനിക്ക് മാറി കേട്ടോ. എൻ്റെ കയ്യിൽ ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വേദന വരുമ്പം ഇപ്പോൾ ഇല്ല, ഞാൻ നാട്ടിൽ വെച്ചിട്ടാണ് വന്നത്. ഒരുപാട് വേദന വരുമ്പോൾ ഞാൻ ആ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, വെളുപ്പിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് പൊസിഷനിൽ എനിക്ക് ഇരിക്കാൻ പറ്റാറില്ല, ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ബെൽറ്റ് ഇട്ടിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഞാനത് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും സിവിയറായിട്ട് പെയിൻ വന്നൊരു സമയമൊക്കെ ഉണ്ട് എനിക്ക്. അത് ഒത്തിരി നാൾ മുന്നേ ഒന്നുമല്ല, ഈ റീസെൻ്റായിട്ട് തന്നെ. അപ്പം എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കാണിക്കാതെ രക്ഷയില്ല എന്നുള്ളത് മനസ്സിലായി. എന്ന് വെച്ചാൽ ഞാൻ ഓരോ എവിടെയൊക്കെയാണോ ഓരോ ചെറിയ ഭാഗങ്ങൾ പോലും റെഡിയാക്കി കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് എൻ്റെ അസിഡിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആദ്യമായിട്ട് എൻ്റെ ടൈമിങ് കൃത്യമല്ല, ഞാൻ കറക്റ്റായിട്ട് ആഹാരം കഴിക്കണം, കൃത്യമായിട്ട് കിടന്നുറങ്ങണം. എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, കണ്ണിൽ വിളർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മിസ്റ്റേക്കാണ്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഓരോ കുറവുകളുണ്ടാകും, നമ്മുടെ മിസ്റ്റേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി നമ്മുടെ ഹെൽത്തും നമ്മുടെ നല്ലൊരു മെൻ്റൽ ഹെൽത്തും നമ്മളെയും ഒക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പതുക്കെ അവിടേക്ക് ഒന്ന് റെഡിയാക്കാൻ തുടങ്ങി. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു. ആ മരുന്നുകൾക്ക് അങ്ങനെ വലിയ വിലയുള്ള മരുന്നുകളൊന്നും അല്ല കേട്ടോ. അപ്പം അതൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് അത് തുടങ്ങി. അങ്ങനെ നടുവേദന കുറവായി. ആ കൂടെ തന്നെ എനിക്ക് എൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് വന്നു. അസിഡിറ്റിയൊക്കെ മാറ്റണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഞാനായിട്ട് വരുത്തി വെച്ചാന്നുള്ള ബോധ്യമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും അത് മാറ്റണമല്ലോ. അങ്ങനെ മാറ്റി. പിന്നെ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഈ ഒരു ഫുഡിങ് രീതി മാറ്റിയിട്ട് ഒരു 2 hours ഇടവിട്ടെങ്കിലും കഴിക്കാൻ നോക്കണം. അതായത് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരാണ് കേട്ടോ, ഞാനും എൻ്റെ മക്കളും. അപ്പോൾ മൂത്ത മോനെ സ്കൂളിൽ വിടുന്ന ഒരു സമയം ഒരു 8:30 കഴിയും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ എല്ലാം ആ ഒരു സമയത്ത് വെച്ച് കഴിയും കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും, ഞാനും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും. എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചാലേ ഞാൻ കഴിക്കുകയുള്ളൂ. പിന്നെ എനിക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാനാണ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന കൂടെ തന്നെ ഞാനും കഴിക്കും. അപ്പോൾ രാവിലത്തെ അതങ്ങ് കഴിയും. അത് കഴിഞ്ഞിട്ട് ചെറിയ ആളെ ചിലപ്പോൾ ഞാൻ കൊണ്ടാക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിർത്തും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾക്കായിട്ട് കൊറിയർ ഡെലിവറി ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചിലപ്പോൾ ഒരു 11 മണിയൊക്കെ ആകും വരും. ചിലപ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടാവും വീട്ടിൽ. എന്നിട്ട് ആ ഒരു സമയത്ത് ഒരു 11 മണി സമയത്തൊക്കെ ആ സമയത്തും എന്തെങ്കിലും കഴിക്കണം.
നമ്മളൊരു 2-3 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഒരു ഫുഡ് കഴിക്കുന്ന ഒരു റൂട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പം നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ പോലും 2 hours ഇടവിട്ട് ഫുഡ് കൊടുത്താലേ അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുവന്നു. അതിനുശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും കഴിക്കാൻ തോന്നത്തില്ല. നമ്മൾക്ക് അതൊരു ശീലമല്ലല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മളതൊരു ശീലമായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. നമ്മൾ അത്ര നാൾ ഫോളോ ചെയ്യുന്ന റൂട്ടീൻ പോലും അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റും? പക്ഷേ എനിക്കിങ്ങനെ ഇതെൻ്റെ ഒരു ടാർഗറ്റാണ്. എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം. അത് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ക്ഷീണം, അങ്ങനെ ഒത്തിരി എനർജി ലെവൽ ഭയങ്കര ലോ ആണ്. അപ്പോൾ എനിക്കത് നമ്മളെ അത് പല രീതിയിലും പല സ്ഥലത്തും ബാധിക്കുന്നുണ്ട്. ഈവൻ കുട്ടികളെ പോലും അത് ബാധിക്കും. അപ്പോൾ എൻ്റെ എനർജി ലോ ആയിട്ടിരുന്നാൽ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ പതുക്കെ ആ ഒരു ടൈമിങ്ങിൽ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് ഈ പഴങ്കഞ്ഞിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഏത്തയ്ക്ക നെയ്ക്കകത്ത് വഴറ്റി കഴിക്കുന്നത്, ഇപ്പോൾ ഞാനത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ ഞാൻ കുറച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ചിലതൊന്നും എനിക്കിഷ്ടമില്ലാത്ത സാധനങ്ങളുണ്ട്. ഡേറ്റ്സ് ഒന്നും എനിക്കിഷ്ടമല്ല, നട്ട്സ് എനിക്കിഷ്ടമല്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസിയിലൊക്കെ ഫുള്ള് വോമിറ്റിംഗ് അല്ലേ. അപ്പോൾ ആ സമയത്തും കഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ സമയത്തൊക്കെ എപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ട്. കഴിക്കുമ്പോൾ ആ സ്മെല്ല് പോലും പറ്റാതെ എടുത്തടിച്ച് വോമിറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് വെറുത്തതാണ്, അതിപ്പം കഴിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ സ്മൂത്തി സൂപ്പറാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്മൂത്തി ട്രൈ ചെയ്യുക. അതായത് ചുമ്മാ പഴത്തിന് പകരം ഏത്തയ്ക്ക അതിനകത്തിടണം കേട്ടോ. ഏത്തയ്ക്ക, പിന്നെ അതിനകത്ത് മധുരത്തിന് പകരം പഞ്ചസാര യൂസ് ചെയ്യുകയോ ചെയ്യരുത്. ഞാൻ പഞ്ചസാര പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത ഒരാളാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാറില്ല. കുറച്ച് വർഷങ്ങളൊക്കെ ആയി ഞാൻ അത് നിർത്തിയിട്ട്. അപ്പോൾ ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ പാൽക്കൽക്കണ്ടമാണ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഈ കരിപ്പട്ടിയൊക്കെ ഉണ്ടല്ലോ, ശർക്കരയല്ല കരിപ്പട്ടി, അതും ഇടും. ഇത് രണ്ടേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ പഞ്ചസാര ഇല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്മൂത്തിയിൽ നമുക്ക് ഓട്സ് മിക്സ് ചെയ്യാം, ഡേറ്റ്സ്, നട്ട്സ് മിക്സ് ചെയ്യാം. പിന്നെ ഏത്തയ്ക്ക, പഴം നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏത്തയ്ക്ക തന്നെ ഇടുക കേട്ടോ. ഇത്രയും സാധനങ്ങൾ. പിന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് ഫ്ലേവറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ശ്രീയുടെ ഒരു ചോക്ലേറ്റ് പൗഡർ ഉണ്ട് കേട്ടോ. അത് ഞാൻ എക്സാക്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചിട്ട് അതൊരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. രാത്രിയും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിഞ്ഞിട്ട് ഈ സാധനം വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ഈ സ്മൂത്തി റെഗുലർ ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ കുറേ വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ ഓൾറെഡി പിന്നെ അഫർമേഷൻസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 58 കിലോ എൻ്റെ ബോഡി വെയിറ്റ് ആക്കി തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മനസ്സിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹമായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ലേറ്റ് ആവാതെ തന്നെ എനിക്കത് സാധിച്ച് കിട്ടി. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യും, പക്ഷേ കുറച്ച് കഴിയുമ്പം പെട്ടെന്ന് തന്നെ അത് ലോസ് ആയിപ്പോവും. അങ്ങനെ ഒരു കുഴപ്പം എൻ്റെ ബോഡിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പലതും പാടാണ്, പക്ഷേ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട് അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു നിലനിർത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ സംബന്ധിച്ച്. ചലഞ്ചിങ് ആയിരുന്നു തന്നെ പറയാം. അപ്പോൾ കാരണം ഞാനിപ്പോൾ രാവിലെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കാറില്ല. ഞാൻ വീട്ടിൽ വന്നിട്ടേ ഫുഡ് കഴിക്കുകയുള്ളൂ. പക്ഷെ അത് ഞാൻ മാറ്റി. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് പോയി ഉച്ചയ്ക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്തു നിന്നൊക്കെ ആഹാരം കഴിക്കാനായിട്ടൊക്കെ. പക്ഷേ എന്നോട് ഹസ്ബൻഡ് പറയും നീ എവിടെയാണെങ്കിലും കറക്റ്റിന് ഫുഡ് കഴിക്കണം എന്നുള്ളത്. പക്ഷേ എനിക്ക് പുറത്തുനിന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഞാനതങ്ങ് മാറ്റി. എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു മണി ആ ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കും എന്നുള്ള ഒരു കറക്റ്റ് റൂട്ടീൻ അങ്ങനെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ടൈമിങ്ങിന് കഴിച്ചില്ലെങ്കിൽ അവിടെ അസിഡിറ്റി ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കണമല്ലോ അതിനു വേണ്ടി. അങ്ങനെ ആ ഒരു സമയത്തും കറക്റ്റ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ആ ഒരു സംഭവം മാറി. എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഇപ്പോൾ കുറച്ച് വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സങ്കല്പിക്കുമായിരുന്നു എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും ആ ഒരു കറക്റ്റ് എക്സാക്റ്റ് വെയിറ്റിലെത്തിയിട്ട് എൻ്റെ ആ ഒരു നമ്മുടെ ബോഡി ഫിറ്റ് ആവുന്നത് ഒക്കെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു, വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. പലരും അയ്യോ ക്ഷീണിച്ച് പോയല്ലോ, എന്ത് കോലമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ ചിലവർ നമ്മളോട് സ്നേഹം ഉണ്ടായിട്ട് പറയുന്നവരുണ്ടാകും കേട്ടോ. അപ്പോൾ എനിക്ക്
ഇപ്പം നമ്മളെ ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും, എനിക്ക് അങ്ങനെ ഉണ്ടോ, അതെനിക്ക് ആവശ്യമാണ്. ചിലവർ പറയും യോ എന്നെ പോലെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. ചിലവർ നമ്മൾ നന്നായിട്ടിരുന്നാലും ചിലരിങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക, ശരിയാണോ. നമ്മളെ നോക്കി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സ്വയം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക, ശരിയാണോ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എനിക്ക് വെയിറ്റ് കൂടണോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണോ, എനിക്കിത് ആവശ്യമാണോ എന്നുള്ളത് നമ്മൾ സ്വയം ചെക്ക് ചെയ്യുക. അതിന് ശേഷം മാത്രം നമുക്കതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച വെയിറ്റിലും കൂടുതൽ എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. ആൻഡ് അത് ഞാൻ നിലനിർത്തിക്കൊണ്ട് പോയി നല്ല രീതിയിൽ തന്നെ. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫുൾ റൂട്ടീൻ ഞാനങ്ങ് മാറ്റി. അതിപ്പം ഞാനൊരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പ് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നാമത്തെ കാര്യം ഇടവിട്ട സമയങ്ങളിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മാറ്റം വരും. നമ്മൾ കഴിക്കാതിരുന്നാൽ അസിഡിറ്റി ഭയങ്കര ഒരു വിഷയമാണ് കേട്ടോ. അസിഡിറ്റി ഭയങ്കര വിഷയമാണെന്ന് വെച്ചാൽ ഭയങ്കര വിഷയമാണ്. ഉറക്കം ഇതൊക്കെ അതിനെ ബാധിക്കും. എനിക്ക് വെള്ളം കൂടി ഭയങ്കര കുറവായിരുന്നു, ഭയങ്കര കുറവ്. എനിക്ക് മിക്കവാറും യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ഒരാളാണ് കേട്ടോ. നാട്ടിൽ ചൂടെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും തണുപ്പായതുകൊണ്ട് ദാഹമില്ല, വെള്ളം കുടിക്കാനേ പറ്റുന്നില്ല. ഞാൻ വെള്ളം കുടിക്കാതിരുന്നിരുന്ന് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പം കാണത്തില്ല, പക്ഷേ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പം അങ്ങനെ അത്രയും വെള്ളം കുടിക്കാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ഇതെപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരാളുകൂടിയാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം കുടിക്കണം, പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാനൊരു മെഷറിങ് ബോട്ടിൽ വാങ്ങിച്ചു 2 ലിറ്ററിൻ്റെ. അപ്പം നമ്മുടെ ഐഡിയൽ വെയ്റ്റിന് ഇത്ര വെയിറ്റിന് ഇത്ര ലിറ്റർ വെള്ളം അങ്ങനെ എന്തോ ഉണ്ട്. ഞാനത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഒരു വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങി. അതിപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ അതിനകത്ത് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ അത്രയും നാളും കൊണ്ടുപോകാതിരുന്നൊരു സാധനത്തെ പെട്ടെന്ന് ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഹാർഡ്ലി ട്രൈ ചെയ്തു. എനിക്ക് വെള്ളം കുടിക്കാൻ അത്രയും മടിയാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തു. അങ്ങനെ അതും എനിക്ക് പറ്റിയെന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു നമ്മുടെ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ചില വെള്ളമൊക്കെ ആഴ്ചയിൽ 1-2 തവണയായി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതും ശീലമാക്കി. ബാർലി വെള്ളം അല്ലെങ്കിൽ ഈ ഞെരിഞ്ഞിൽ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കി. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പുറത്തു പോകേണ്ട ഡീടോക്സിഫൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് യൂറിനൂടെ പൊക്കോളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും എൻ്റെ ഒരു വീക്ക്ലി റുട്ടീൻ്റെ ഭാഗമാക്കി അതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാനിവിടെ വന്നിട്ടും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞെരിഞ്ഞിലെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുള്ളു പോലുള്ള സാധനം. പക്ഷേ ഇതൊക്കെ വളരെ ചെറിയ കോസ്റ്റിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഏതാണ്ട് 50 ഗ്രാമിന് എന്തോ 20 രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു ഞെരിഞ്ഞിലിന്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രത്തി കല്ല് പോലും പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് അത് കുടിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പം നമ്മൾ വെയിറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ സ്മൂത്തി സ്ഥിരമായിട്ട് കഴിച്ചോളൂ, ഒന്നും നോക്കണ്ട. പക്ഷേ വെറും വെയിറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം പലരും വെറും വെയിറ്റ് കഴിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ എനിക്കത് പറ്റത്തില്ല. എനിക്കിങ്ങനെ വാൾ വയ്ക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ വെറും വെയിറ്റിൽ ഇതുവരെ സ്മൂത്തി കഴിക്കാറേയില്ല. രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് നിർബന്ധമാണ്. ചിലപ്പോൾ മസാല ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി, ദോശ, അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിർബന്ധമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കും. അത് തന്നെയായിരിക്കും ചിലപ്പോൾ 4 മണിക്ക് മക്കൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മോന് കൊടുക്കുന്നതൊക്കെ. പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ നല്ല രീതിയിൽ കുറച്ചു. അങ്ങനെ ഒത്തിരി ചേഞ്ചസ് എൻ്റെ ലൈഫിലും എൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ഞാൻ കൊണ്ടുവന്നു. അതിനകത്ത് നേരത്തെ ഒരുപാട് പുറത്തുനിന്ന് കഴിക്കുന്നതല്ല, എന്നാലും ഞങ്ങൾ ഒരു 2 വീക്സ് കൂടുമ്പോഴൊക്കെ പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതൊക്കെ കുറച്ചു. അങ്ങനെ ആ ഒരു രീതിയിലാക്കി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.